അങ്ങനെ ഇന്ന് വൈകുന്നേരം നമുക്ക് തെറ്റിപ്പിടിച്ചിട്ടൊരു യമണ്ട വാള കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ആറ്റുവാള. അപ്പോൾ അതിനെ നമ്മൾ വരുന്ന വഴിക്കൊന്നും അതിൻ്റെ വെയിറ്റൂടെ നോക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഏകദേശം 3 കിലോ ഉണ്ട് ഈ വലിയ വാള, മറ്റേതൊരു 1 കിലോ അടുത്തുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ 2 മീനും കൂടെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്നപ്പോൾ നല്ല ജീവൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് നീന്തി രക്ഷപ്പെടാനായിട്ട് പോകുന്ന പോലെ തോന്നി കേട്ടോ. അങ്ങനെ അവസാനം ഏകദേശം അത് വെട്ടാനുള്ള ഒരു ടൈമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളൊരു ബേസനിലിട്ട് നോക്കിയിട്ട് ആ ബേസൻ നിറയെ ആയിട്ട് 2 മീനും കൂടെ കിടക്കുവാണേ. അങ്ങനെ അതിനെ അങ്ങോട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. കാരണം കടവിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, ഒന്നാമത് സന്ധ്യ സമയമാണ്, അതിൻ്റെ കൂടെ ഭയങ്കര കൊതുകായിരിക്കും വെളിയിലിരുന്നാലേ. അപ്പോൾ അതുകൊണ്ട് എന്തെടുത്തെന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ വെച്ച് വെട്ടാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ എനിക്ക് പരാജയമാണ്. എന്താണെന്ന് ചോദിച്ചാൽ പറയുമ്പോൾ ഭയങ്കര വഴുവഴുപ്പാണ്. വഴുവഴുപ്പ് കാരണം നമ്മുടെ കയ്യിൽ നിൽക്കുന്നേ ഇല്ല ഇത്. അങ്ങനെ നമ്മൾ അവസാനം അതിൻ്റെ ചിറകും മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് വെട്ടി കളഞ്ഞിട്ട് വെളിയിലോട്ട് കൊണ്ടുപോയി വെട്ടാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ചിറകെല്ലാം അങ്ങനെ വെട്ടി മാറ്റിയിട്ട് വെളിയിലോട്ടിങ്ങും കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് നല്ലപോലെ തേച്ച് കഴുകിയേ. അങ്ങനെ നല്ലപോലെ തേച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഈ തൊലി വലിക്കാൻ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. അല്ലാതെ അത് വലിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ സ്കിന്നിനോട് നല്ലപോലെ അറ്റാച്ച് ചെയ്തിരിക്കുകയായിരുന്നു ആ ഒരു തൊലി കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ അങ്ങനെ തേച്ച് കഴുകി അതിൻ്റെ വഴുവഴുപ്പെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ തൊലിയെല്ലാം വലിച്ചൂരി കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ലൈറ്റ് മഞ്ഞ കളറാണ് അതിൻ്റെ മാംസത്തിനൊക്കെ. അപ്പോൾ ഇതിനകത്ത് ചെറുതായിട്ട് നെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാള കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കപ്പ വേവിക്കാമെന്ന് എങ്ങനെയാണെന്ന് വിചാരിച്ച് കിഴക്കോട്ട് പോയിട്ട് കുറച്ച് കപ്പയും കൂടി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ കപ്പ കുത്തിയറിഞ്ഞ് അടുപ്പത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറിയും കൂടെ കുടമ്പുളിയിട്ട് ഇങ്ങോട്ട് കയറ്റി. അങ്ങനെ രണ്ടും കൂടെ അടുപ്പത്തിരുന്ന് നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇച്ചിരി കപ്പ വേവിച്ചത് ആറ്റുവാളക്കറിയും കൂടെ കൂട്ടി കഴിച്ചാൽ എന്താ, വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ രാത്രിയിൽ നമുക്ക് കഴിക്കാനായിട്ട് നല്ല കപ്പ വേവിച്ചതും ആറ്റുവാളക്കറിയാണ്. അപ്പോൾ ഇത്രയും നാളത്തെ വീഡിയോ ടാറ്റ ബൈ, സീ യു.